സിപിഐയുടെ ജന്മശതാബ്ദി വാർഷികാഘോഷത്തിനായി കാസർഗോഡ് ജില്ലാതല സംഘാടക സമിതി രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ എം.എൻ. സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച സമിതി രൂപീകരണ യോഗം ഇ. ചന്ദ്രശേഖരൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. സിപിഐയുടെ 100ാം വാർഷികാഘോഷ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ നടത്തുന്ന പരിപാടികളുടെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായാണ് ജില്ലാതല സംഘാടക സമിതി രൂപീകരിച്ചത്. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ എം.എൻ. സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച സമിതി രൂപീകരണ യോഗം പാർട്ടി നേതാവും മണ്ഡലം എം.എൽ.എയുമായ ഇ. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആ കാലഘട്ടത്തിൽ തന്നെ രൂപീകരിക്കാൻ 1920 തന്നെ രൂപീകരിച്ചത് നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് എല്ലാ തരത്തിലുള്ള ഊർജം പകർന്നു കൊടുക്കുന്ന സംഘടന. അത് BJP ആണ് ഭരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഊർജം പകരുന്നത് RSS ആണ്. അപ്പോൾ ആ സംഘടനയും 100 വർഷം മുമ്പ് ആരംഭിച്ചത് അവരെ വളരെ നിശബ്ദമായ പ്രവർത്തനത്തിലൂടെ രാജ്യത്തെ പല കാര്യങ്ങളും നടത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയമായി 100 വർഷം കൊണ്ട് തങ്ങളുടെ ഇഷ്ടപ്പെട്ടവരെ അധികാരത്തിലെത്തിക്കാനുള്ള ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് ആ കാലഘട്ടം മുഴുവൻ പറഞ്ഞു വരുന്നത്. അതേതാണ്ട് അവർ നേടിയിരിക്കുകയാണ് സംശയം. അതിന്റെ കാരണങ്ങൾ വലുതാണ്, അതെല്ലാവർക്കും അറിയാം. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി CP ബാബു അധ്യക്ഷനായി. നേതാക്കളായ ടി. കൃഷ്ണൻ, ബംഗളം പി. കുഞ്ഞികൃഷ്ണൻ, KV കൃഷ്ണൻ, M. അസീനാർ, P. ഭാർഗവി, M. കുമാരൻ, CV വിജയരാജ്, രാമകൃഷ്ണ കമ്പാർ എന്നിവർ സംസാരിച്ചു. N. ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സംഘടക സമിതിയുടെ ഭാരവാഹികളായി ബംഗളം കുഞ്ഞികൃഷ്ണനെ ചെയർമാനായും KV കൃഷ്ണനെ കൺവീനറായും N. ബാലകൃഷ്ണൻ, CV വിജയരാജ് എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും M. അസീനാർ, മുൻ MLA M. കുമാരൻ എന്നിവരെ വൈസ് ചെയർമാൻമാരായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.